ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ നന്ദിനി ആഹാരവുമായിട്ട് ചെല്ലുകയാണ് ഗിരിയുടെ അടുത്തേക്കും ജയറാമിന്റെ അടുത്തേക്കും. നന്ദിനി ഗിരീഷിനോട് പറയുന്നുണ്ട് ആഹാരം കഴിക്കാനെന്ന്. ഗിരീഷ് അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ 10 മിനിറ്റ് താമസിച്ചാലും പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ. ഇങ്ങനെ ആഹാരം കൊണ്ടുതരാനേ ഒരാളുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. നന്ദിനി അപ്പോൾ ഗിരീഷിന്റെ ലാപ്ടോപ്പ് പിടിച്ചു വലിച്ചു മാറ്റി വെക്കുന്നു. അതിനുശേഷം കഴിക്കാൻ വരാനെന്ന് പറയുന്നു. ഗിരി അപ്പോൾ കൈ കഴുകിയിട്ട് കഴിക്കാനിരിക്കുകയാണ്. ജയറാമും കഴിക്കാനിരിക്കുന്നുണ്ട്. ജയറാമിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജയറാം മനസ്സിൽ വിചാരിക്കുകയാണ്, ദേവി എന്റെ ഭാര്യയല്ലേ, എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാവോ എന്നൊക്കെ. ഗിരി പറയുന്നുണ്ട്, നന്ദിനി ഞാനും ഒരിക്കലും കണ്ടുമുട്ടുമെന്നൊന്നും കരുതിയില്ല. നന്ദിനി ഓർഫനേജിൽ വെച്ച് ആരോടും ഒന്നും മിണ്ടത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ഗിരിയാണെങ്കിൽ എപ്പോഴും സംസാരിക്കുന്ന ആളായിരുന്നു എന്നൊക്കെ. ജയറാം അപ്പോൾ ദേഷ്യപ്പെടുകയാണ്. കറികൾക്കൊന്നും ഒരു ടേസ്റ്റുമില്ല, ഉപ്പുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നു. ഗിരീഷ് അപ്പോൾ പറയുന്നുണ്ട് ഓരോരുത്തർക്കും ടേസ്റ്റ് ഒക്കെ ഓരോ രീതിയിലാണ്, എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്, നന്ദിനിക്ക് നല്ല കൈപുണ്യമുണ്ടെന്നൊക്കെ പറയുന്നു. ജയറാം വെളിയിൽ പോയിട്ടും നന്ദിനിയും ഗിരിയും സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത് സാവിത്രിയാണ്. സാവിത്രി തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. സാവിത്രി സ്വയം പറയുന്നുണ്ട് കേരളത്തിൽ ഒരമ്മായിയമ്മമാർക്കും ഈ ഗതികേട് വരത്തില്ല എന്നൊക്കെ. എനിക്ക് മരുമകളാണ് പണി തന്നിരിക്കുന്നത്, ഈ തുണി മൊത്തം അലക്കണമല്ലോ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം സാവിത്രിയാണെങ്കിൽ ജലജയെ വിളിച്ച് കാര്യം പറയാമെന്ന് കരുതി ഫോൺ വിളിക്കുന്നു. സാവിത്രി ജലജയോട് പറയുന്നുണ്ട് മീനാക്ഷി പണി തന്ന കാര്യമല്ല. അത് കേൾക്കുമ്പോൾ ജലജയ്ക്കും ചിരി വരുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് കാട്ടാതെ അതിനൊരു വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഐഡിയ പറഞ്ഞ് സാവിത്രിക്ക് കൊടുക്കുകയാണ്. ശേഷം കാണിക്കുന്നത് ജയറാമിനെയാണ്. ജയറാം ആണെങ്കിൽ ഓരോ കാര്യങ്ങളും ആലോചിച്ച് നിൽക്കുമ്പോൾ ആ സമയത്ത് അവിടേക്ക് ഗിരി വരുന്നുണ്ട്. ഗിരി പറയുന്നുണ്ട് ഞാൻ നന്ദിനിയെ കുറിച്ച് ഒരു കാര്യം ചോദിക്കാൻ വന്നതാണെന്നൊക്കെ. ജയറാം പറയുന്നുണ്ട് ദേവി എന്റെ ആരാണെന്ന് അറിയുമോ എന്നൊക്കെ. ഗിരി എപ്പോൾ പറയുന്നുണ്ട് നേരത്തെ ഭാര്യയായിരുന്നു, ഇപ്പോൾ ബന്ധം പിരിഞ്ഞിരിക്കുകയാണെന്ന് അമ്മ പറഞ്ഞു എന്ന് പറയാണ്. ജയറാം അപ്പോൾ ചോദിക്കുന്നുണ്ട് പിരിഞ്ഞ കാര്യം അറിയുമോ എന്നൊക്കെ. ആ സമയത്താണെങ്കിൽ ഗിരി പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയണ്ടെന്നൊക്കെ. ഇപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് നന്ദിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണെന്നാണെന്ന്. ജയറാം അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് നന്ദിനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പലഹാരം തന്നെ പറയാമെന്ന്. പരിപ്പ് വട എന്ന് പറയുന്നു. ഇവനെ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഓടിക്കണമെന്നൊക്കെ ജയറാം മനസ്സിൽ വിചാരിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് മീനാക്ഷി ആണെങ്കിൽ ഏത്തയ്ക്കാപ്പവുമായിട്ട് നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നന്ദിനിക്ക് കഴിക്കാൻ കൊടുക്കുന്നു. നന്ദിനി കഴിച്ചിട്ട് നന്നായിട്ടുണ്ട്, മോളെല്ലാം പഠിച്ചല്ലോ എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അവിടേക്ക് ജയറാമും വന്നിട്ടുണ്ടായിരുന്നു. മീനാക്ഷി പറയുന്നുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, അച്ഛൻ ഉണ്ടാക്കിയതാണ്, അച്ഛൻ ഒരുപാട് സ്നേഹത്തോടെ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത്ര നല്ല ടേസ്റ്റ് എന്നൊക്കെ പറയുന്നു. നന്ദിനി അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും എനിക്കും ഇഷ്ടമല്ലെന്നൊക്കെ. പെട്ടെന്ന് അവിടേക്ക് ഗിരി ആണെങ്കിൽ പലഹാരവുമായിട്ട് വരുന്നുണ്ട്. ഗിരി നന്ദിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. നന്ദിനി അത് തുറന്നു കഴിക്കുന്നുണ്ട്. അതിനകത്ത് കേസരിയായിരുന്നു. നന്ദിനി ചോദിക്കുന്നുണ്ട് ഗിരിക്ക് ഇതെങ്ങനെ മനസ്സിലായി ഇതെനിക്ക് ഇഷ്ടമാണെന്നൊക്കെ. ഗിരി അപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയാം നന്ദിനിയുടെ എല്ലാ ഇഷ്ടങ്ങളും എന്നൊക്കെ പറയുന്നു. അതിനുശേഷം അത് നന്ദിനി കഴിച്ചിട്ട് ഒരുപാട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. നന്ദിനി പറയുന്നത് കേൾക്കുമ്പോൾ ഗിരിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ജയറാമിനും മീനാക്ഷിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നന്ദിനി അവിടെ നിന്ന് പോയതിനു ശേഷം ഗിരി ജയറാമിനോട് പറയുന്നുണ്ട് നന്ദിനിക്ക് പരിപ്പുവട ഇഷ്ടമല്ലെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായതാണെന്ന്. ജയറാം കള്ളം പറയുകയാണെന്ന് മുഖഭാവം കണ്ടപ്പോഴേ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞു തന്നത് കേസരിയാണ് ഇഷ്ടമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അതുണ്ടാക്കിയത്, നിങ്ങൾക്കൊക്കെ വേണോ എന്ന് ചോദിക്കുന്നു. മീനാക്ഷിയും ജയറാമും വേണ്ടാന്ന് പറയുന്നു. ഗിരി അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് മീനാക്ഷി അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, മുത്തശ്ശിയെ പേടിച്ചിട്ടാണ്, എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു. അമ്മയെ വീഴ്ത്താൻ നമുക്ക് വേറെന്തെങ്കിലും ഐഡിയ നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജയറാം അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്നും പോകുന്നു. ശേഷം കാണിക്കുന്നത് സാവിത്രിയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട്. അവരോടാണെങ്കിൽ സാവിത്രി കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നൊക്കെ പറയുന്നു. മീനാക്ഷിയെ സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. അവൾക്ക് കുറച്ച് കൂർമ്മ ബുദ്ധിയുള്ളതാണെന്നൊക്കെ സൂചിപ്പിക്കുന്നു. സാവിത്രി കസേരയിൽ കുത്തിയിരിക്കുകയാണ്. ആ സമയത്ത് മീനാക്ഷി അവിടേക്ക് വരുന്നുണ്ട്. സാവിത്രി പറയുന്നുണ്ട് കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയാണ് ആ സ്ത്രീ വന്നിരിക്കുന്നത്, അവരെ സൂക്ഷിച്ചോണമെന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും അടിച്ചിട്ട് വേണമെങ്കിലും പോകുമെന്നൊക്കെ പറയുന്നു. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളെ പോലെയുള്ള സ്വഭാവമുള്ളവരല്ല എല്ലാവരും എന്നൊക്കെ.
സ്ത്രീയാണെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് വരുന്നുണ്ട്. കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആ സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ മൊബൈൽ എടുക്കാൻ മറന്നുപോയി, ഒന്ന് ഫോൺ വിളിക്കാൻ മൊബൈൽ തരുമോ എന്ന് സാവിത്രിയോട് ചോദിക്കുന്നു. സാവിത്രി അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്, ഞാൻ വിളിക്കാനൊന്നും തരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ അപ്പോൾ പറയുന്നുണ്ട് എന്റെ മോളെ വിളിക്കാനാണെന്ന്. സാവിത്രി കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ മീനാക്ഷിയോട് ചോദിക്കുകയാണ്. മീനാക്ഷി അപ്പോൾ മൊബൈൽ എടുത്തോളാം എന്ന് പറയുന്നു. ആ സ്ത്രീ അപ്പോൾ പറയുന്നുണ്ട് മൊബൈൽ ലോക്ക് ആണെന്ന്. മീനാക്ഷി ലോക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരപ്പോൾ ഡയൽ ചെയ്ത് വിളിക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്